ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഇംഗ്ലീഷിലെ കാഠ്മണ്ഡു എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഇത് വിക്രം സേത്ത് നടത്തിയ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത്. കാഠ്മണ്ഡുവിലേക്ക് നടത്തിയ ഒരു ട്രാവലാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. I get a cheap room in the center of town and sleep for hours. The next morning, with Mr. Shah's son and nephew, I visit the 2 temples in Kathmandu that are most sacred to Hindus and Buddhists. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് കാഠ്മണ്ഡു ടൗണിനോട് ചേർന്ന ഒരു ചീപ്പ് അധികം പൈസ ഒന്നും ചിലവാകാതെ ഒരു റൂം കിട്ടിയെന്നും മിസ്റ്റർ ഷായുടെ സണ്ണിനോടും നെഫ്യൂവിനോടും ഒപ്പം പിറ്റേ ദിവസം എന്താണ് ഹിന്ദുസിൻ്റെയും ബുദ്ധിസ്റ്റിൻ്റെയും സേക്രട്ടായ വളരെ പരിശുദ്ധമായിട്ട് കണക്കാക്കുന്ന 2 ഫേമസ് ടെമ്പിൾസ് കാണാൻ അദ്ദേഹം പോയി എന്നും ആണ് പറയുന്നത്. അറ്റ് പശുപതിനാഥ് there is an atmosphere of febrile confusion. Priests, hawkers, devotees, tourists, cows, monkeys, pigeons and dogs roam through the grounds. We offer a few flowers. There are so many worshippers that some people trying to get the priest's attention are elbowed aside by others pushing their way to the front. A princess of the Nepalese royal house appears. Everyone bows and makes way. By the main gate, a party of saffron-clad Westerners struggle for permission to enter. The policeman is not convinced that they are the Hindus. A fight breaks out between 2 monkeys. One chases the other, who jumps onto a Shivalinga, then runs screaming around the temple and down to the river, the holy Bagmati, that flows below. A corpse is being cremated on its back. Washerwomen are at their work and children bath from a balcony. A basket of flowers and leaves, all offerings now wilted, is dropped into the river. A small shrine half protrudes from the stone platforms on the river bank. When it emerges fully, the goddess inside will escape and the evil period of the Kali Yuga will end on earth. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ പിറ്റേന്ന് പശുപതിനാഥ് ആ ഒരു ടെമ്പിളിൽ പോയി. അവിടെ എൻട്രൻസിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദുസിന് മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ അവിടെ ഒരു കൺഫ്യൂസിങ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു വെപ്രാളം പിടിച്ച അറ്റ്മോസ്ഫിയറാണ് അവിടെ അദ്ദേഹം കണ്ടത്. ഒരുപാട് പേര് ഈ ഡിവോട്ടീസും ടൂറിസ്റ്റും പ്രീസ്റ്റുകളും പിന്നെ കുറേ ആനിമൽസും എല്ലാം അവിടെ ഇങ്ങനെ റോം ചെയ്യുന്നുണ്ട്. പിന്നെ പലരും ഇങ്ങനെ തിരക്ക് കൂടുന്നുണ്ട്. പ്രീസ്റ്റിൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പലരെയും ഇങ്ങനെ തള്ളി മാറ്റിയൊക്കെ ഫ്രണ്ടിലോട്ട് എത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു നേപ്പാളീസ് റോയൽ ഫാമിലിയുടെ ഒരു പ്രിൻസസ് വന്നു. അവരെല്ലാവരും ബോ ചെയ്യുകയും എല്ലാം വണങ്ങുകയും അങ്ങനെയുള്ള ഒരു മുൻഗണനയൊക്കെ അവർ കിട്ടി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. അതിനുശേഷം മെയിൻ ഗേറ്റിൽ പോലീസ്മാനും കുറേ വെസ്റ്റേൺ സാഫ്രോൺ കളർ ഒരു കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച ആൾക്കാർ തമ്മിൽ കുറച്ച് സംസാരം നടക്കുന്നുണ്ട്. കാരണം അവർ ഹിന്ദുസ് ആണെന്ന് ഈ പോലീസ്മാന് ഡൗട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ടോക്കാണ്. പിന്നെ 2 മങ്കീസ് തമ്മി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മങ്കി ഒരു ശിവലിംഗത്തിന് മണ്ടയിൽ കൂടെ വീണ് അത് പെട്ടെന്ന് തന്നെ ഓടി താഴെ ഹോളി ബഗ്മതി എന്ന് പറയുന്ന ആ റിവറിൻ്റെ അടുത്തേക്ക് പോയി. ആ റിവറിൻ്റെ അടുത്താണെങ്കിൽ ഒരുപാട് ഇങ്ങനെ വാഷർമെൻസ് അവരുടെ വർക്ക് ചെയ്യുകയും ചിൽഡ്രൻസ് ബാത്ത് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മുകളിൽ നിന്നും ഏതോ ഒരു ബാൽക്കണിയിൽ നിന്നൊക്കെ പഴയ ഫ്ലവേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ റിവറിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ കുറച്ച് വിശ്വാസമുണ്ട്. അതായത് ഈ റിവർ ബാങ്കിലുള്ള ഏതോ ഒരു സ്റ്റോൺ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ വാട്ടർ കയറുകയാണെങ്കിൽ അതിനകത്തുള്ള ഗോഡസൊക്കെ എസ്കേപ്പ് ആവുകയും ഭൂമിയിൽ കലിയുഗത്തിന് ഒരു അവസാനം വരും എന്നൊക്കെയുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. At the Bauthnath Stupa, the Buddhist shrine of Kathmandu, there is in contrast a sense of stillness. Its immense white dome is ringed by a road. Small shops stand out its outer edge. Many of these are owned by Tibetan immigrants. Felt bags, Tibetan prints and silver jewelry can be bought here. There are no crowds. This is a haven of quietness in the busy streets around. അപ്പോൾ അടുത്ത് പോയത് ബൗദ്ധ്നാഥ് സ്തൂപ, ബുദ്ധിസ്റ്റ് ഒരു കേന്ദ്രമാണ്. അവിടെ വളരെ വലിയൊരു സമാധാനം, ഒരു സ്റ്റിൽനെസ്സാണ് കണ്ടത്. കാരണം അവിടെ ഒരുപാട് തിരക്കൂടി ചേരിയാണെങ്കിലും അധികം ബഹളമൊന്നും വെക്കത്തില്ല. ഒരു ബുദ്ധിസ്റ്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കാം. ഒരു ശാന്തമായൊരു സ്ഥലമായിട്ടാണ് അവിടെ കണ്ടത്. അവിടെ ടിബറ്റൻ ഇമിഗ്രൻസൊക്കെ അവിടെ കച്ചവടങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സിൽവർ ജ്വല്ലറിയും ടിബറ്റൻ പ്രിൻസും ഫെൽറ്റ് ബാഗ്സും എല്ലാം കച്ചവടം ചെയ്യുന്നുണ്ട്. അധികം ക്രൗഡ്സൊന്നും അവിടെ കാണാനില്ല. അവിടെ ഒരു ക്വയറ്റ് അറ്റ്മോസ്ഫിയറാണ് അദ്ദേഹം അവിടെ കണ്ടത്. Kathmandu is vivid, masonry, religious with small shrines to flower-adorned deities along the narrowest and busiest streets with fruit sellers, hawkers of postcards,
shops selling Western cosmetics, film rolls and chocolates, or copper utensils and Nepalese antiques. Film songs blare out from the radios, car horns, bicycle bell rings, stray cows love questioningly at motorcycles, vendors shout out their wares. I indulge myself mindlessly by a bar of marpisan, a corn on the cob roasted in a charcoal brazier on the pavement, rubbed with salt, chill powder, and lemon, a couple of love story comics, and even a Reader's Digest. All this I wash down with Coca-Cola and nauseating orange drink, and feel much the better for it. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, കാഠ്മണ്ഡു എന്ന് പറയുന്ന ഒരു വിവിഡ് സിറ്റിയാണ്. അവിടെ ഒരുപാട് റിലീജിയസ് ആയ അല്ലെങ്കിൽ ഒരുപാട് ഡയറ്റീസ് ഫ്ലവർ വെച്ച് ഡെക്കറേറ്റ് ചെയ്യപ്പെട്ട ഒരുപാട് ഡയറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ ആ സ്ട്രീറ്റ് എന്നുള്ള പറയുന്ന വളരെ നാരോ ആണ്, ഇടങ്ങിയ ഒരു ബിസി ആയ ഒരു സ്ട്രീറ്റാണ്. അവിടെ ഒരുപാട് തരത്തിലുള്ള കച്ചവടക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഫ്രൂട്ട് സെല്ലേഴ്സും മുതൽ അങ്ങ് നേപ്പാളീസ് ആൻറ്റീക്സ് വരെ വിൽക്കുന്ന ഒരുപാട് വെറൈറ്റി ഓഫ് കച്ചവടക്കാരെ കാണാൻ പറ്റും. പിന്നെ സ്ട്രേ കൗസ് ഇങ്ങനെ പശുക്കളൊക്കെ ഈ തെരുവിൽ അലഞ്ഞ് നടക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് എന്തോ ഒരു സംഭവമൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് അപ്പോഴൊക്കെ ഒരു സമാധാനം അദ്ദേഹത്തിന് വന്നു തുടങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. I consider what route I should take back home. I should take back home if I were propelled by enthusiasm for travel per sea. I would go by bus and train to Patna, then sail up the Ganges past Benares to Allahabad, then up the Yamuna past Agra to Delhi. But I am too exhausted and homesick. Today is the last day of August. Go home, I tell myself. Move directly towards home. I enter a Nepali Airlines office and buy a ticket for tomorrow's flight. അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചെന്താണ് ആ ഒരു ചിന്ത വന്നു, ഇനി എങ്ങനെ തിരിച്ച് വീട്ടിൽ പോകും. അദ്ദേഹം കുറച്ച് എന്തൂസിയാസം, നല്ല ഉന്മേഷത്തിലിരിക്കുകയായിരുന്നെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് തന്നെ പറ്റ്നയിലേക്ക് ഒരു ബസ് പിടിച്ചേനെ. അവിടെ നിന്ന് ഗംഗേസിലേക്ക് ആ ഒരു ബോട്ടിലാണ് പോയി ബനാറസ് വഴി അലഹബാദിൽ എത്തി. അവിടെ നിന്ന് യമുനയും കടന്ന് ആഗ്ര വഴി ഡൽഹിയിൽ എത്താൻ ശ്രമിച്ചേനെ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഭയങ്കര എക്സോസ്റ്റഡാണ്, ഭയങ്കര ക്ഷീണിതനാണ്. അതുകൊണ്ട് ഇത്രയും വൈകിയൊന്നും പോകാൻ പറ്റത്തില്ല. പിന്നെ ഓഗസ്റ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റാണ്. എല്ലാവരുടെയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നത് എന്താണ്, വീട്ടിൽ പോകാനാണ്. അതുകൊണ്ട് അദ്ദേഹം അടുത്ത് തന്നെ നേപ്പാൾ എയർലൈൻസിൽ കയറിയിട്ട് പിറ്റേന്നിട്ട് ഫ്ലൈറ്റിൽ തന്നെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. I look at the fruit seller standing in a corner of the square near the hotel. In his hand is a pole with an attachment at the top from which 50 or 60 vansuris protrude in all directions like the quills of a porcupine. They are of bamboo. They are cross fruits and recorders. From time to time he stands the pole on the ground. He selects a fruit and plays for a few minutes. The sound rises clearly above the noise of the traffic and hawkers' cries. He plays slowly, meditatively, without excessive display. He does not shout out his wares. Occasionally he makes a sale, but in a curiously offhanded way, as if this were incidental to his enterprise. Sometimes he breaks off paying to talk to the fruit seller. I imagine that this has been the pattern of life for years. അപ്പോൾ അദ്ദേഹം എന്താണ് കണ്ടത്, അടുത്തൊരു അതിൻ്റെ കോർണറിൽ നിന്ന് ഒരു ഫ്രൂട്ട് സെല്ലർ ഉണ്ടായിരുന്നു. ഈ ഓടക്കുള്ളിലൊക്കെ വിൽക്കുന്ന ഒരു സെല്ലറിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒരു നീണ്ട ഒരു കമ്പിൽ ഒരുപാട് ഇങ്ങനെ ഓടക്കുള്ളിൽ ഇങ്ങനെ ബാമ്പൂ ഓടക്കുള്ളിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹം ചില സമയത്ത് ഒരെണ്ണം എടുത്ത് വായിക്കുമ്പോൾ അധികം ആൾക്കാരെ ഇങ്ങനെ വിളിച്ച് ഭയങ്കര അങ്ങനെയൊന്നുമല്ല വായിക്കുന്നത്, ജസ്റ്റ് വായിക്കും. അത് പക്ഷേ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമായിരുന്നു. വളരെ സ്ലോ ആയിട്ട് മെഡിറ്റേറ്റീവ് ഒരു മനുഷ്യനെ ചിന്താമുഖമാക്കുന്ന ഒരു ലെവലിലാണ് ഇദ്ദേഹം വായിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഫ്രൂട്ട് സെല്ലറായിട്ടൊക്കെ ഒന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വിക്രം സേത്ത് ആലോചിക്കുകയാണ്, ചിലപ്പോൾ ഇയേഴ്സായിട്ട് ഇദ്ദേഹത്തിൻ്റെ ബിഹേവിയർ ഇങ്ങനെ ആയിരിക്കാം. I find it difficult to tear myself away from the square. Food music always does this to me. It is at once the most universal and most particular of sounds. There is no culture that does not have its fruit. The reed, the recorder, the Japanese shakuhachi, the deep bansuri of Hindustani classical music, the clear or breathy fruits of South America, the high-pitched Chinese fruits, each has its specific fingering and compass. It views its own occasions. Yet to hear any fruit is, it seems to me, to be drawn into commonality of all mankind, to be moved by music clauses in its phrases and sentences to the human voice, its motive force to its living breath.
ഇറ്റ് ഈസ് ടു നീഡ്സ് ടു പോസ് ആൻഡ് ബ്രീത്ത് ബിഫോർ ഇറ്റ് ക്യാൻ ഗോ ഓൺ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലൂട്ടിൻ്റെ മ്യൂസിക് കാരണം ഇദ്ദേഹത്തിന് അവിടെ നിന്ന് മാറാൻ പോലും സാധിച്ചില്ല. കാരണം ഇത് വളരെ യൂണിവേഴ്സലായ ഒരു സൗണ്ടാണ് ഈ ഫ്ലൂട്ട് മ്യൂസിക് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏത് കൾച്ചർ എടുത്താലും അവിടെ ഈ ഫ്ലൂട്ടിൻ്റെ സൗണ്ട് കാണാം. ഇപ്പോൾ ജാപ്പനീസിലാണെങ്കിൽ ഷക്കുഹാച്ചി എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിലാണെങ്കിൽ ബൻസൂരി, അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിൽ അവരുടേതായ ബ്രീത്തി ഫ്ലൂട്ട്സ് ഉണ്ട്, ചൈനീസിൽ ഹൈ പിച്ച്ഡ് ഫ്ലൂട്ട്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കൾച്ചേഴ്സിന് ഒരുപാട് ഡിഫറെൻറ്റ് ഫ്ലൂട്ട്സ് ഉണ്ട്. അവർ ഡിഫറെൻറ്റ് ഒക്കേഷൻസിലാണ് ഇത് യൂസ് ചെയ്യുക. അതുപോലെ ഈ ഒരു വോയിസ് ഹ്യൂമൻ ആയിട്ട് വളരെ മെൻ്റലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന വോയിസാണ്. അതൊരിക്കലും ഈസി അല്ല അത് ഗീവ് അവേ ചെയ്ത് പോകാനെന്നാണ് അദ്ദേഹം പറയുന്നത്. That I can be so affected by a few familiar phrases of the Bansuri surprises me at first, for on the previous occasion I have returned home after a long absence abroad. I have hardly noticed such detail and certainly have not invested them with the significance I now do. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ബൻസൂരീസൊക്കെ ഇദ്ദേഹത്തിന് പണ്ടേ ഫെമിലിയർ ആണ്, പക്ഷേ അന്നൊന്നും ഇത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്ര ഇൻവെസ്റ്റഡ് ആയിട്ട് അദ്ദേഹം ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലേക്ക് എന്താണ്, എപ്പോഴും ഈ ബൻസൂരി ആ മ്യൂസിക്കൊക്കെ ഇദ്ദേഹത്തോട്ടേക്ക് കയറി വരികയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.